ആകൃതി ഡിസൈൻ്റെ മറ്റൊരു ഹൗസ് പ്ലാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5 സെൻറ്റിൽ പണിയാവുന്ന ഒരു വീടിൻ്റെ വ്യൂവും പ്ലാനുമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഈ വീട് തികച്ചും കണ്ടംപററി രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ഈ പാരപ്പറ്റ് ഏരിയയിൽ സ്റ്റോൺ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അതിന് മധ്യഭാഗത്തായി ഗ്ലാസ് ഡിസൈൻ കൊടുത്ത് ആകർഷണമാക്കിയിട്ടുണ്ട്. ബാൽക്കണി ഏരിയയിൽ പെർഗോള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പെർഗോള ഡിസൈനിൻ്റെ മുകളിൽ വരുന്ന പാരപ്പറ്റ് ഏരിയയിലും സ്റ്റോൺ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ വീടിന് മോടി കൂട്ടാൻ സാധിക്കും. ഈ വീടിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ 2 സൈഡിലും ബോക്സ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ സ്റ്റോൺ ക്ലാഡിംഗ് ഉപയോഗിച്ച് ആകർഷണമാക്കിയിട്ടുണ്ട്. ബോക്സ് ഡിസൈൻ്റെ മുകളിലായി സ്ലോപ്പിംഗ് റൂഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓടും പാകിയിട്ടുണ്ട്. ഇത് ഈ വീടിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ആണ്. ഇത് ഈ വീടിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ്. ഇത് ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ഇത് ഈ വീടിൻ്റെ ടോപ്പ് വ്യൂ ആണ്. പ്ലാനിലേക്ക് കടക്കാം. ഗ്രൗണ്ട് ഫ്ലോർ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു സിറ്റ് ഔട്ടാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ വീടിന് അഭിമുഖമായിട്ടാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറിൻ്റെ ഇരുവശത്തും 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോറിലൂടെ കടക്കുന്നത് ലിവിംഗ് ഏരിയയിലാണ്. ലിവിംഗ് ഏരിയ വളരെ വിശാലമായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ വലതുവശത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. നല്ല സ്ക്വയർ ഷേപ്പിലാണ് ഈ റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ക്വീൻ സൈസ് ബെഡ്, വാർഡ്രോബ്, ടേബിൾ എന്നിവ ഈ റൂമിൽ ഇടാൻ കഴിയും. കൂടാതെ തന്നെ ഒരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് റൂമിൻ്റെ ഇടതുവശത്തായിട്ടാണ് ഈ നിലയിലെ 2ാമത്തെ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്വീൻ സൈസ് ബെഡ്, വാർഡ്രോബ്, ടേബിൾ എന്നിവ ഇതിലിടാൻ സാധിക്കും. ലിവിംഗ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിൽ കടക്കാൻ ഒരു ആർച്ച് നൽകിയിട്ടുണ്ട്. ഇത് ഒരു പ്രൈവസി ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും നൽകും. ഡൈനിങ് ഏരിയയുടെ ഇടതുവശത്തായിട്ടാണ് ഈ നിലയിലെ 3ാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഈ ഫ്ലോറിൽ ആകെ 3 ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത്. മറ്റുള്ള റൂം പോലെ തന്നെ ഈ റൂമിലും ക്വീൻ സൈസ് ബെഡ്, വാർഡ്രോബ്, ടേബിൾ എന്നിവ ഇടാൻ സാധിക്കും. കൂടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ വലതുഭാഗത്തായിട്ടാണ് ഈ വീട്ടിലെ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. നല്ല വിശാലമായ കിച്ചണിൽ L ഷേപ്പ് കൗണ്ടർ സെറ്റ് ചെയ്യാം. പുറകുവശത്തേക്ക് ഇറങ്ങാൻ പാകത്തിന് ഒരു വാതിലും കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ ഒട്ടും സ്ഥലം നഷ്ടപ്പെടാതെയാണ് സ്റ്റെയർ ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന് താഴ്ഭാഗത്തായി വാഷ് ഏരിയ നമുക്ക് സെറ്റ് ചെയ്യാം. സ്റ്റെയർ ഏരിയ ഡബിൾ ഹൈറ്റ് ആയതിനാൽ അതിന് മുകളിൽ ഒരു സ്കൈ ലൈറ്റ് കൂടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല വെളിച്ചം ഇവിടെ കൊണ്ടുവരും. ഡൈനിങ് ഏരിയ നോക്കുമ്പോൾ 6 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം 1200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ കാണുന്ന സ്റ്റെയറിലൂടെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ എത്തേണ്ടത്. ഈ ഫ്ലോറിൽ ഒരു അപ്പർ ലിവിംഗ് കാണാം. ഈ അപ്പർ ലിവിംഗ് ഇഷ്ടാനുസരണം സിറ്റിംഗ് ഏരിയയായോ ഹോം തിയേറ്റർ റൂമായോ കൺവേർട്ട് ചെയ്യാം. ഓപ്പൺ ടെറസിലേക്ക് കടക്കാനുള്ള വാതിലുകൾ ഈ ഏരിയയിലാണ് നൽകിയിട്ടുള്ളത്. ഈ ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് കാണിച്ചിരിക്കുന്നത്. അതിനൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. താഴത്തെ റൂമുകളെ പോലെ തന്നെ ക്വീൻ സൈസ് ബെഡ്, വാർഡ്രോബ്,
ടേബിൾ എന്നിവ ഈ റൂമിലും ഇടാൻ സാധിക്കും. മുകളിലത്തെ നില 650 സ്ക്വയർ ഫീറ്റ് ആണ്. ടോട്ടൽ ഈ വീടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1850 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ വീട് നമുക്ക് 5 സെൻറ്റിലോ അതിൽ കൂടുതലോ ഉള്ള പ്ലോട്ടിൽ നിർമ്മിക്കാവുന്നതാണ്.